മ്യൂസിയത്തേക്ക് പോവാം. മ്യൂസിയത്തേക്ക് മ്യൂസിയം എൻട്രിയാണ്. തുടക്കം ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കി പോവാം. ഇവിടെ നിന്ന് ഇങ്ങനെ പോവാം. പാലീസ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉള്ളിലുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹറമ് പുതുക്കിപ്പണി നടക്കുമ്പോൾ അന്ന് മാറ്റിവെച്ച ആദ്യം ഹറം പള്ളിയിലുണ്ടായിരുന്ന ആർച്ചും തൂണും അതിൻ്റെ അവശിഷ്ടങ്ങളൊക്കെയാണ്. അത് കറക്റ്റായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. ആ ഫലകത്തിൽ കറുത്ത ബോർഡ് കണ്ടോ? ഈ ബോർഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. അതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ എഴുതി വെച്ചാണ്. ഹിജറ വർഷത്ര കൊല്ലത്തിൽ പുനർനിർമ്മാണം നടന്നതും അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളാണ് ഈ കൊടുത്തത്. പഴയ കഅബയുടെ തറയും ഇതൊക്കെയാണ് ഈ കാണുന്നത്. അന്നത്തെ ആളുകളുടെ രൂപം വേഷമൊക്കെ നോക്കുകയാണെങ്കിൽ ആ കെട്ട് കണ്ടില്ലേ? പുതിയ കറുത്ത കെട്ടൊക്കെ പിന്നെ വന്നതാണ്. ഇതുണ്ടോ? അവരൊക്കെ തലയിൽ ഒരു വേറെ സൈസ് കെട്ടാണ്. താജ് മുഹമ്മദ് ബിൻ റുഖാമി യഹൂദ് താലിത്തു അസറൽ ഹിജ്രി കാനഫി മസ്ജിദുൽ ഹറാം. ഇതോരോ അവശിഷ്ടങ്ങൾ, ഹറമിലെ അവശിഷ്ടങ്ങൾ, പണി നടന്ന വർഷവും ഹിജ്റ 966. ഇത് നമ്മളെ ഹിജ്ർ ഇസ്മായിലില്ലേ, 3 ലൈറ്റ് ഉണ്ട് ഹിജ്ർ ഇസ്മായിലുമേ. ആ 3 ലൈറ്റിലെ ഒരു ലൈറ്റാണിത്. ഇങ്ങനെ വളഞ്ഞ കെട്ടില്ലേ, ആ വളഞ്ഞ കെട്ടിൽ 2 അറ്റത്തും ഒരു ലൈറ്റ്, നടുവിലൊരു ലൈറ്റ് ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടെന്നാവോ? ഹിജ്ർ വളഞ്ഞ കെട്ടുണ്ടല്ലോ കാബൻ്റെ അവിടെ, ആ വളഞ്ഞ കെട്ടിൽ 3 ബൾബുണ്ട്. അതും ഇതേപോലത്തെ ബൾബുണ്ടാവും. അതൊക്കെ പിന്നെ മാറ്റിയതാണ്. ഇതാണ് ഇബ്രാഹിം മക്കാമ്. ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ പോയാൽ കാണാം. ഖലീലുള്ളാഹിൻ്റെ കാൽപാദം പതിഞ്ഞ കല്ല് അതിൻ്റെ ഡ്യൂപ്പാണ്. അവിടെ ഹറമിൽ ഇങ്ങനെ നോക്കി നമുക്ക് കാണാം, എത്തി നോക്കിയാൽ കാണാം. ഇതല്ല, ഇതുപോലെയാണെന്ന് അറിയിക്കാൻ വേണ്ടി. ഇത് പിന്നെ അത് തന്നെയാണ്. ഇത് പഴയ ഇബ്രാഹിം മക്കാമിൻ്റെ കവചം, പിന്നെ പുതിയത് വെച്ച് കൊടുത്തതാണ്. അതിനുള്ളിലുള്ളത് ഇങ്ങനെയെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അത് കൊടുത്തതാണ്. ഇതേപോലെ കഅബയുടെ ഹറമിൻ്റെ ആർച്ചും മേറാബും ചുമരും ഒക്കെ കണ്ടുണ്ടോ? വർഷമൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ? ഇങ്ങനെ വരും. അവിടെ കുറേ കാണാൻ തന്നെ. ഇതാ ഹറമിൻ്റെ തൂണുകൾ. മഹ്മൂദൈനി മിനൽ ഹസരി, കല്ലിൻ്റെ തൂണ് അതാ കൊടുത്തുക്കണോ? കല്ലിൻ്റെ തൂണ് ഹിജ്റ 858 1454 കൊല്ലം അന്ന് മാറ്റിയ തൂണത്. ആലോചിച്ച് നോക്കി, കരിങ്കല്ലാണ്. ഇതാ കഅബയുടെ വാതിൽ, പഴയ വാതിൽ ഇങ്ങനെയാണ്. അന്ന് കുറച്ചൊക്കെ ചെമ്പും സ്വർണ്ണമൊക്കെ ഉള്ളൂ. അന്ന് മരാണിത്. ഇതിപ്പോൾ ചെമ്പിൻ്റെ വാതിലാണ്. പിന്നീടാണ് സ്വർണത്തിൻ്റെ വാതിലൊക്കെ ആയത്. അതാ ചെമ്പിൻ്റെ തൂണതാ. ഇത് മാർബിളിൻ്റെ തൂണ്. ഹിജ്റ 14 ഉള്ള വാതിൽ. കഅബയുടെ ഹിജ്റ 14 വാതിൽ. കഅബാലയത്തിൻ്റെ കില്ല. ആ കില്ലകൾ നെയ്യുന്ന നൂല് ഇവിടെ തന്നെ ഉണ്ട്. ഇതാ വെള്ള നൂല്, ഇനി ഗോൾഡൻ നൂലൊക്കെ അപ്പുറത്ത് കാണും. വെള്ള നൂലും ഉണ്ടായില്ലേ കഅബത്തുമേ. ഇതാ പച്ച കളർ നൂല്, കറുപ്പ് നൂല്. ഇതാ കിസ്വ നെയ്യുന്നത് കൈ കൊണ്ടാണ് കേട്ടോ, മെഷീനല്ല.
കുറേ ടൈം എടുത്തിട്ടാണ് കൈ കൊണ്ട് ആ കാബത്തുമുള്ള എഴുത്ത് കംപ്ലീറ്റ് കൈ കൊണ്ടാണ് ആ അറബി പിന്നെ ആയത്തുകളൊക്കെ എഴുതുന്നത്. ആ എഴുതുന്ന നൂലാണിത്. അത് ഒറിജിനൽ സ്വർണത്തിൻ്റെ നൂല്. ഇത് ഗോൾഡാണ്. ദഹബ് തന്നെ എഴുതിക്കണോ. പിന്നെ ഫില്ലത്ത് വേറെ ഇത് ഫില്ലത്ത് തന്നെ വെള്ളി. നുഹാസ് ഇതും ചെമ്പിന്. അത് ചെമ്പിൻ്റെ നൂല്. പിന്നെ സാധാ അബിയല്, സാധാ നൂലുകൾ. അതാണ് ഇതൊക്കെ പിന്നെ സാധാ കോട്ടൺ. ഇത് കോട്ടൺ നൂലാണ്. കുത്തിന് പറഞ്ഞാൽ കോട്ടന്. അപ്പോൾ ഇത് കില്ലയുടെ ഇതുണ്ടോ ആ എഴുത്തിൽ സ്വർണവും വെള്ളിയും സാധാ കോട്ടൻ്റെ നൂലും ഈ സിൽക്കിൻ്റെ നൂലൊക്കെ ഇതിന് കൂട്ടും. കില്ല ഇതുണ്ടോ ഈ നെയ്ത്ത് നോക്കി നിങ്ങൾ. ശരിക്കും ഒരു കമ്പ്യൂട്ടർ കൊത്തിയ പോലുള്ള എഴുത്ത് നോക്കി. ഇത് കൈ കൊണ്ടാണ് ഈ പരിപാടി. ഇത് കിസ്വ നെയ്യണ ഫാക്ടറി ഇതിൻ്റെ അപ്പുറത്തുണ്ട്. ബസ്സിന് നമ്മൾ പോകുമ്പോൾ കാണും. അവിടെ പ്രവേശനം. അപ്പോൾ ഇതൊക്കെ കാബയുടെ കില്ല കേട്ടോ. കാബയുടെ ഹറമിലെ ഉള്ളിലെ ഓരോ തൂണുകൾ, അതിൻ്റെ ഉള്ളിലെ ഖജനാവ്, കാബയുടെ ഉള്ളിലെ ഖജനാവ്. പെട്ടി പെട്ടി കാണുമ്പോൾ അതൊക്കെ പഴയത് ഒഴിവാക്കിയതാണ്. ദസുന്ദൂക്ക് മിനൽ ഖസ്ബി, മരം കൊണ്ടുള്ള പെട്ടി. കാനഫിൽ കാബത്തിൽ മുഷറഫത്തി, കാബൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. സുൽത്താൻ അബ്ദുൽ മജീദ് ഖാൻ 1275 ഈ പെട്ടി ഇങ്ങോട്ട് മാറ്റുന്നത്. ഇതിൻ്റെ നിർമ്മാണം നടന്നത് 1275 പെട്ടി. വർഷം കൊടുത്തിട്ടുണ്ട്. കാബയുടെ ഉള്ളിലുള്ള ഖജനാവ് എന്നൊക്കെ പറയാം. വാതിൽമത്തെ കില്ല ഈ കാണുന്നത്. കാബയുടെ വാതിലുമെന്ന് കില്ല മാറ്റുന്നത് പിന്നീട് ഇവിടെ കൊടുക്കുന്നത്. കണ്ടോ നടുവിലൊരു പൊളിപ്പ് കണ്ടോ, ഒരു ഗ്യാപ്പ്. അങ്ങനെയാണ് കാബമ്മ തൂക്കുക. 1707 വർഷം. ഹിജ്റ 1119 ഇതൊക്കെ കാബമ്മ ഉണ്ടായിരുന്നതാണ് ആ വർഷം. ഒക്കെ പിന്നെ ഹറമിലെ തൂണുകൾ. ഹിജ്റ 1548 അല്ലേ. 852 ഹിജ്റ 1448. ഇതൊക്കെ ഒരു ഖുറാൻ്റെ ലിപി. അതൊക്കെ ഹറമിൽ ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ അവിടെ കൊടുത്തില്ലേ. ഇതിൻ്റെ കൊടുത്തത് ഇതിൻ്റെയാണ്, ഈ കല്ലിൻ്റെയാണ് ഈ വിവരണം. മംലൂക്ക് സുൽത്താൻ അബു സയ്യിദ് ജഗ്മഗ് ഇൻ ദ ഗ്രാൻഡ് മോസ്ക്യൂ. അതന്നെ ഇത് ഹറം പള്ളിയിലുണ്ടായിരുന്നതാണ് 1448. ഇത് കാബയുടെ കില്ല പിടിച്ച് കെട്ടണ കുളത്ത് കേട്ടോ. ഈ കുളത്തുമ്മയാണ് ആ കില്ലകൾ കെട്ടുക. ഇതുണ്ടോ വട്ടക്കണ്ണിയുണ്ടോ, അതിടാനൊരു വാസർ. അല്ലല്ല അതൊക്കെ ചെമ്പാണ്. കിസ്വത്തിൽ കാബത്തിൽ മുഷറഫത്തി സൗദ് ഭരണകൂടത്തിൻ്റെ കാലഘട്ടത്തിലുണ്ടായിരുന്നു, തുടക്കത്തിലുണ്ടായിരുന്ന അതിൻ്റെ പിന്നെ വിളക്കൊക്കെ തൂക്കിയെന്ന്. പിന്നെ അവധിയത്ത് വസീൽ കാബത്തിന് ദാഖിലി, വെള്ളം കുടിച്ചിരുന്ന പാത്രങ്ങൾ. വസീലുൽ കാബത്തിന് ദാഖിലി, കാബൻ്റെ കാബം കഴുകാൻ വെള്ളം കൊണ്ടുപോകലോ. കാബം കഴുകാൻ വെള്ളം എടുത്തിരുന്ന പാത്രങ്ങളാണിത്. കാബം കഴുകാൻ ഇത് കാബയുടെ ചാവി കേട്ടോ. കുഫില് ബാബുൽ കാബൽ മുസറഫത്ത് ദാഖിലി. ഡോർ ലോക്ക് ഓഫ് ദ നോബിൾ കാബ ഉണ്ടോ, ഇംഗ്ലീഷിൽ അറബിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ചാവി നിശ്ചിത പിന്നെ ആളുകളുടെ പാരമ്പര്യമുള്ളവരെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല. ഇതിപ്പോൾ വാതിൽ മാറ്റിയപ്പോൾ പഴയ വാതിലിൻ്റെ ചാവിയാണിത് കേട്ടോ. അജറുൽ അസ്വദിൻ്റെ കവചങ്ങൾ, അതായത് ഇതിൻ്റെ ഉള്ളിലാണ് കല്ലുകൾ. അത് 6 or 7 പീസുകളുണ്ട്. 4-5 പീസ് ഉണ്ട്. അത് എണ്ണിയൊക്കെ അടുത്തെത്തിയ കാണാം. നമ്മൾ ഇതും വേണേ ചിലർ തൊട്ടിട്ട് മുത്തി എന്നൊക്കെ പറയും. സത്യത്തിൽ ഇതിൻ്റെ ഉള്ളിൽ തലയിടണം. ഇത് ശരിക്കും അതിൻ്റെ കവചം മാത്രമാണ്.
ഇതാ ബ്ലാക്ക് സ്റ്റോൺ കാസിങ് എഴുതിയിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് ഹജറുൽ അസ്വദ് ഉണ്ടാവുക. അതുകൊണ്ട് അതൊക്കെ പൊട്ടിയുണ്ടോ, സ്റ്റീലിൻ്റെ ഭാഗം പൊട്ടിക്കണ. ഇത് 2 കവചം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ ബാക്കി ഇതുപോലത്തെ തൂണ്, മരത്തിൻ്റെ തൂണൊക്കെ കണ്ടു. ഇതൊക്കെ പഴയ കഅബ പുതുക്കി പണിതപ്പോൾ, ഹറമുകൾ പുതുക്കി പണിതപ്പോൾ അങ്ങനെ അന്ന് ബാക്കി കൊടുന്ന് വെച്ചതാണ്. ഇതുണ്ടല്ലേ, അന്നൊക്കെ സാധാ ആണി, 2 ഇഞ്ച് ആണിയൊക്കെ ഇതാ ഉസ്മാക്ക പറഞ്ഞ ആണി അടക്കതൊക്കെ. പഴയ തൂണ് മരത്തിൻ്റെ. എന്താ തോന്നണത്? ഇതാണ് ക്ലോക്ക് ടവർ. ഇപ്പത്തെ ഒരു വാച്ചിന്റെ, ഇപ്പൊ അവിടെ ഉള്ള വാച്ചിന്റെ മിനിറ്റ് സൂചി 24 മീറ്റർ നീളമുണ്ട്. 24 മീറ്റർ. അതിന്റെ വക്കത്ത് കയറി ഇരുന്നിട്ട് തുടക്കണ ഞാൻ കണ്ടുകൂടും അക്കം. ആ വാച്ചില്ലേ, അതിന്റെ അക്കങ്ങളില്ലേ 1 2 3, അതിന്റെ സൈഡിൽ ആള് കയറി ഇരുന്നിട്ട് അത് തുടക്കുക. ഞാൻ കണ്ടു പണി നടക്കുമ്പോൾ ഒരു ഇങ്ങനെ കൈ ഇങ്ങനെ അളകണുണ്ട്. അപ്പോൾ നോക്കുമ്പോൾ ക്ലീനിങ്ങാ. അത് ദൂരത്ത് നോക്കുമ്പോൾ നമുക്ക് തോന്നില്ല. പക്ഷെ ആദ്യത്തെ വാച്ച് ഏതാണ്? ആദ്യത്തെ വാച്ചാണിത്. ഇതാണ്ടോ, ഈ പെടല് പിടിച്ചിട്ട് 2 ആളൊക്കെ തിരിച്ചേണ്ടി വരും. ഇത് ആ ജാതി കയറാണിത്, കമ്പി. നമ്മളെ കമ്പി ഉണ്ട് അതിൻ്റെ കയറ്. ഇത് ചാവി കൊടുത്തിട്ട് 2 ആളോ 3 ആളൊക്കെ കൂടി തിരിക്കണം. എന്നിട്ട് അത് ഓടും വാച്ച്. ഇതാ എഴുതി വെച്ചുകൊണു, കഅബയുടെ അല്ല ഹറമിലെ ആദ്യത്തെ വാച്ചാണിത്. ഹിജ്റ എത്ര? 1352. നമ്മളെ വർഷം ക്രിസ്തു വർഷം 1933. ഇപ്പം 2027 ആകാൻ പോവുകയാണ്. 26 കഴിയാനായി. അപ്പോൾ 1933 വാച്ച് കേട്ടോ, മക്കത്തെ തന്നെയാണ് മസ്ജിദുൽ ഹറാമിലെ വാച്ച്. അതൊക്കെ പഴയത് മാറ്റിയതാണ് കേട്ടോ. അതിലെന്നോ 9:30 മണിയാണ് പോര്. ഇതൊക്കെ ഓരോ ലൈറ്റുകൾ മാറ്റിയത്, അതിൻ്റെ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ സൗദി ഭരണകൂടം പിന്നെ മാറ്റിയതാണ്. ഇതാ പഴയ മൈക്ക്. ഇതാ മസ്ജിദുൽ ഹറാം. ഇതാ സജാദത്ത് ഖദീബ്, സജ്ജാദത്തുൽ ഇമാം ബിൽ മസ്ജിദിൽ ഹറാം ഖദീബൻ എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് മസ്ജിദുൽ ഹറാമിൽ ഇമാമ് നിന്നപ്പോൾ വിരിച്ച മുസല്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ ഇതിലും സജാദത്തുൽ ഇമാം ബിൽ മസ്ജിദിൽ ഹറാം ഹദീഥൻ. പിന്നീട് അതിൻ്റെ ശേഷം വന്ന വേറൊരു മുസല്ല സജാദത്തുൽ ഇമാം ബിൽ മസ്ജിദുൽ ഹറാം സ്വലാത്തി സുന്നത്തി. ഇത് സുന്നത്ത് നിസ്കാരത്തിന് മാറി നീന്ന മുസല്ല എന്ന് പറയുന്നത്. പിന്നെ സജാദത്തുൽ ഇമാം ബിൽ മസ്ജിദുൽ ഹറാം ലി സ്വലാത്തി ദാത്തി സബബി. ഇസ്തിസ്ഖാ, കുസൂഫ്, ഖുസൂഫ്, ഈദൈന്, 2 പെരുന്നാൾ നിസ്കാരം, ഗ്രഹണ നിസ്കാരം, മഴയത്തേട് നിസ്കാരം, പെരുന്നാൾ നിസ്കാരം, ഇവകൾക്ക് ഈ മുസല്ലയാണ് ഇമാമ് നീങ്ങുന്നത്. അതിൻ്റെ മുസല്ലകൾ ഇതൊക്കെ പുതുക്കി പണിത ബാക്കി സാധനങ്ങൾ കേട്ടോ. വാതിൽക്ക തൂക്കുന്ന കിന്തിയിലുണ്ടോ? കിന്തിയിൽ പറഞ്ഞാൽ നമ്മൾ പറയാം, എന്താ പറയുക, റാന്തൽ എന്നൊക്കെ പറയില്ലേ. ഇതിപ്പോൾ കിന്തിയിൽ പറഞ്ഞാൽ അതാണ്. വീടെ വാതിലാണ് ഇത്. മക്കത്തല്ല, മദീനയിലെ പള്ളിയിലെ വാതിൽ. ഇത് എഴുതിക്കണേ, ബാബുമിൻ അബുവാബിൽ മസ്ജിദുൻ നബവി. മസ്ജിദുൻ നബവി എന്ന് പറഞ്ഞാൽ നബി തങ്ങളുടെ പള്ളി എന്നാണ് കേട്ടോ. മലിക് അബ്ദുൽ അസീസ് അൽ സൗദ്, സൗദ് ഭരണകൂടത്തിലെ മലിക് അബ്ദുൽ അസീസിൻ്റെ കാലത്തുണ്ടായ വാതിൽ ഇങ്ങോട്ട് മാറ്റിയാണ്. അവിടെ പുതിയത് വെച്ചു. മദീന പള്ളിയുടെ വാതിൽ കേട്ടോ. അല്ല, അതായത് കഴിഞ്ഞ മാസത്തേക്ക് കളയണം. എന്താ ഹിലാല്, ഇതിങ്ങനെ ചന്ദ്രക്കല. ഹിലാലും മിൻ അഹ്ലിൽ അഹ്ലിയത്തിൽ മുഅർരിഖ് ആം. ഹിജ്റ 1299 കേട്ടോ. 1881 അന്നത്തെ മിനാരത്തിലുണ്ടായിരുന്ന പിന്നെ ഹിലാൽ ചന്ദ്രക്കലകളാണ് ഇതൊക്കെ. പിന്നെതാ ഓരോന്നും എഴുതിക്കണം. ഇത് മസ്ജിദുൻ നബവിയുടെ മദീന പള്ളിയും പഴയ കാലത്തെ കഅബയാണ് കാണുന്നത്. ഒരു സെക്കൻഡ്, അതന്നെ കഅബ അല്ലല്ലോ, ഇത് ഏതോ
ഇത് ഒരു സെക്കൻഡ് 1917 മിന അല്ല ഇതേ മസ്ജിദു നബവി ആണോ അതത് മസ്ജിദ് നബവി അന്നത്തെ പഴയ പള്ളിയാണ് പഴയ പള്ളി ഇത് ഇവിടെയൊക്കെ കൊടുത്തേക്കണേ നബി തങ്ങളെ പള്ളി തന്നെ തന്നെയാണ് അതിനെപ്പത്തെ പുതിയത് 1917 രൂപയാണ് ഇപ്പോൾ കൊടുത്തത് മദീനയാണേ മദീന എങ്ങനെയായിരുന്നു 1335 പിന്നെ നമ്മളെ കൊല്ലം 1917 1335 നമ്മളത് ശരിക്കും ഹിജ്റ മറ്റത് ഇംഗ്ലീഷ് ഇതോ നോക്കാണേ ഇത് ചെമ്പിൻ്റെ എന്താ ഇപ്പം ഇതിന് പറയാം വാതിൽ ബിജാകൂരിയേ ഇതിപ്പോൾ കടന്നാൽ തിരിയാ എന്തൊരു വാച്ച് തന്നെയാണ് മസ്ജിദ് നബവിയിലെ ഒരു വാച്ചാണിത് സുൽത്താൻ ഉസ്മാൻ അബ്ദുൽ മജീദ് ഇത് മാറ്റിയ ആള് 1277 1860 വാച്ച് കേട്ടോ 1860 സംസം കുടിക്കണ പാത്രങ്ങൾ കണ്ടോ ഇത് മണ്ണ് അതൊക്കെ അപ്പുറത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ കറക്റ്റ് സംസമിൻ്റെ പിന്നെ ഇത് നാണയങ്ങൾ ഇതൊക്കെ സംസം കുടിക്കാൻ ഉപയോഗിച്ച ചെമ്പിൻ്റെ പാത്രം ഇത് കൂജകൾ അതെ ആ സംസം കിണർ ഇങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് വന്നപ്പോൾ സംസം കിണർ കണ്ടത് ഇതിൻ്റെ ഇവിടെ കയറി നോക്കിയാൽ പൈപ്പും അതിൻ്റെ അടിയത്തെ വെള്ളമൊക്കെ ശരിക്കും ഇങ്ങനെ കാണാൻ പറ്റിയിരുന്നു ഇപ്പോൾ സംസം കിണറിൻ്റെ ഡൂപ്പ് ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് അതെ 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 അത് എഴുതി വെച്ചിരിക്കണതാണ് ഇങ്ങനെ ആയിരുന്നു ഏത് കൊല്ലം 1881 ഹിജ്റ 1299 കൊല്ലങ്ങൾ കുറച്ചായി അങ്ങനെ അങ്ങനെ കവചായിരുന്നു അന്നത്താണിത് 1299 അങ്ങനെ കണ്ടോ കയറും കപ്പിയൊക്കെ കണ്ടോ അതിൻ്റെ ബക്കറ്റൊക്കെ കണ്ടോ അന്നത്തെ കൊട്ടയാണ് കൈയെഴുത്ത് കോപ്പികളാണ് ഇതൊക്കെ കൈകൊണ്ട് എഴുതിയതാണ് കേട്ടോ ഇനി ഒറിജിനൽ കോപ്പി റസ്മുൽ ഉസ്മാൻ ഇവിടെ കാണാം ഇങ്ങോട്ട് വരി ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിൽ എഴുതിയ കൈയെഴുത്ത് കോപ്പി ഇതാ അത് കറക്റ്റായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഇതാണ്ട വലിയ എഴുത്ത് അതിൽ ഫതഹില്ല കസറില്ല ഹർക്കത്തില്ല പുള്ളിയില്ല മദ്ദില്ല ഒന്നുമില്ല ഇത് ഇങ്ങനെ അങ്ങോട്ട് വായിക്കണം അവർക്കതിന് കഴിഞ്ഞിരുന്നു പിന്നീട് നമ്മുടെ ഈ അടുത്ത കാലഘട്ടത്തിൽ ഇമാമിങ്ങളാണ് ഫത്തവും കസറും പുള്ളിയൊക്കെ ഉണ്ടാക്കിയത് നുസ്ഖത്തും മിനൽ മുസ്തഫിൽ ഉസ്മാനി അൽ അസ്ലി ഇത് അസ്ലാണ് ഒറിജിനൽ കോപ്പി അല്ലദീ കുത്തിബ ഫീ അഹദി ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കാലഘട്ടത്തിലാണ് ഇത് എഴുതപ്പെട്ടത് എന്നാണ് പറയുന്നത് കുറേ സഹാബികൾ പല യുദ്ധത്തിലും ഇങ്ങനെ ഷഹീദായിപ്പോയി അവർക്കൊക്കെ ഹൃദയത്തിലിരുന്ന് ഖുർആന് അപ്പോൾ ആ കാലഘട്ടത്തിൽ സഹാബികളൊക്കെ വന്ന് പറഞ്ഞ് ബേജാറായി പേടിച്ച് ഇങ്ങനെ പറഞ്ഞു കാരണം ഖുർആൻ നിർദ്ദിഷ്ടമാക്കിയ ആളുകളൊക്കെ മരണപ്പെട്ടു പോയാൽ പിന്നെ ഖുർആനെ ക്രോഡീകരിക്കാൻ കഴിയൂലല്ലോ അപ്പോൾ ഉസ്മാൻ ബിൻ അഫ്ഫാൻ്റെ കാലത്ത് എന്ത് ചെയ്തു അന്ന് എഴുതിയ ഒറിജിനൽ അന്നത്തെ കോപ്പിയാണിത് ഇങ്ങനെയുള്ള കോപ്പികൾ പിന്നീട് പല അറബ് രാജ്യങ്ങളിലേക്ക് അയച്ചു കൊടുത്തതിൽ ഒരു കോപ്പി മക്കത്ത് വെച്ചു ആ കോപ്പിയാണിത് ഇതേ ഖുറാനൊക്കെ അങ്ങനെയൊക്കെ അതൊക്കെ ഖുറാനാണ് കല്ല് പലക എല്ല് തോല് അങ്ങനെയൊക്കെയാണ് ആദ്യം ഖുറാൻ എഴുതി വെച്ചിരുന്നത് ഇതൊക്കെ കല്ലിൽ കൊത്തിയ ഖുറാൻ ഉണ്ടോ കറുത്ത നിറം കൊണ്ട് കറുത്ത കളർ കൊണ്ട് കല്ലിൽ എഴുതിയാണ് സ്റ്റോൺ ഇൻ ബ്ലാക്ക് ഇത് വൈറ്റ് ആയിരിക്കും അത് അബിയത് ഉണ്ടോ വെള്ള ഇതൊക്കെ കല്ലിൽ വെള്ളയത്ത് കല്ലിൽ കറുപ്പയത്ത് എന്നാണ് ചുരുക്കം അപ്പോൾ ഇതൊക്കെ കണ്ടു ഇനി പോരെ ഓ ഇതുവരെ ഫ്രീ എൻട്രി ആണ് എത്തിയോ ആ ഞങ്ങള് 11-ാം തീയതി വന്നു എവിടെയുള്ള ഞങ്ങള് മസാഫിയിലുണ്ട് എന്നാ കാണിച്ചു കൊടുക്കി പ്രായത്തല്ലേ ഇതോ ഇറക്കിട്ടോ
പിന്നെ എന്താ ആ ഷാഫി നാട്ടിലാ ഇപ്പൊ പോയിട്ടുള്ളൂ. ഇതാ ഇതിന്റെ പേരെന്താ? ഇതാ ഖുർബത്തുമിനൽ ജൽദ് ജിൽദ് എന്ന് പറഞ്ഞാൽ തൊലീന, ജിൽദ് തൊലി. ലെതർ പറഞ്ഞ എന്താ? എന്താ ലെതർ വാട്ടർ സ്കിൻ. ഈ കിടക്കണത് ഒരു ആടാണ്. ആടിൻ്റെ കഴുത്ത്, 2 കൈ, ബാക്കിൽ 2 കാല്. അപ്പോൾ ആടിൻ്റെ തൊലി ഊറക്കിട്ട് ശുദ്ധിയാക്കിയെടുത്ത പഴയ കാലത്തെ തോൽപാത്രം. നമുക്ക് ചരിത്രത്തിലൊക്കെ അങ്ങനെ കേൾക്കാം. പണ്ടൊക്കെ വയൽ പറഞ്ഞപ്പോഴും ചരിത്ര ബുക്ക് വായിച്ചപ്പോഴൊക്കെ കേട്ടിട്ടുണ്ടാവും തോൽപാത്രത്തിൽ വെള്ളം കൊണ്ട് നടന്നിരുന്ന കഥ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ആ കാലഘട്ടത്തിലേക്കാണ് ബാക്കൊക്കെ പോയൊക്കെയാണ് ഹബീബായ തങ്ങൾ യുദ്ധത്തിന് പോകുമ്പോഴും യാത്രയിലുമൊക്കെ ഇതുപോലുള്ള തോൽപാത്രത്തിലാണ് വെള്ളം കൊണ്ടുപോയിരുന്നത്. ആ വെള്ളം തന്നെ കുളിക്കാനും കുടിക്കാനും വൊളു ചെയ്യാനും ഉപയോഗിച്ചു എന്നാണ്. ശുദ്ധമായ വെള്ളമാണ്. അപ്പോൾ ഹദീസിലുണ്ട് ഔക്കി ഉസിക്ക, ആ തോൽപാത്രത്തിൽ നിങ്ങൾ ബന്ധിക്കണമെന്ന്. ആ ബന്ധിച്ച പോലെ കാണിച്ചു വെച്ചിട്ടുണ്ട്. തോൽപാത്രം നിങ്ങൾ ബന്ധിക്കണം. കാരണം എന്താ, അതിൽ എന്തെങ്കിലും ജീവികൾ ചാടുമെന്ന് വിചാരിച്ചിട്ട്. ഔക്കി ഉസിക്ക അത്ഫി ഉസ് സിറാജ, വിളക്ക് കെടുത്തണം രാത്രി കിടക്കുമ്പോൾ. തോൽപാത്രത്തെ ബന്ധിക്കണം. ഗത്തുല്ലിന, ഭക്ഷണപാത്രമൊക്കെ മൂടി വെക്കൊണ്ടു എന്ന് ഹദീസിലുണ്ട്. അപ്പം ആ പറഞ്ഞ തോൽപാത്രമാണ് ഇപ്പം ഈ കാണുന്നത് കേട്ടോ. എന്താ ഇബിരീക്ക് പറഞ്ഞാൽ കൂജ, അതായത് കിണ്ടി. കോഴിക്കോട്ടേക്ക് എന്നാ ഭാഷയിൽ പറഞ്ഞാൽ മതി കേട്ടോ. മൂളി എന്ന് പറഞ്ഞാൽ മതി അവിടെ എത്തിയ, അല്ലെങ്കിൽ അടിയിട്ടു. അപ്പോൾ ഇബിരീക്കും മിനൻ നുഹാസ്, ചെമ്പിൻ്റെ എന്താണിത്? മൂളി. 1900 ബേറു സംസം, കാനഫി ബേറു സംസം. ബേറു സംസമിൻ്റെ അടുത്ത്, സംസം കിണറ്റിൻ്റെ അടുത്ത് ഇതിൽ വെള്ളമാക്കിയിട്ട് ആൾക്കാരെ കൈയ്ക്ക് ഇങ്ങനെ പാർന്നു കൊടുക്കും. എന്നിട്ട് 2 കൈ കൊണ്ടും ഇങ്ങനെ വെള്ളം കുടിക്കുന്ന. ഇതും അതേപോലെ തന്നെ, ഇതും ചെമ്പിൻ്റെ പാത്രമാണ്. ഇത് 1299 ഹിജ്റ, 1881 1299 വർഷത്തിലുള്ള അന്ന് സംസം കോരിയിരുന്ന പാത്രം. ഇതിൽ കയറിടും, അതിൻ്റെ കണ്ണിൻ്റെ ഉറപ്പുണ്ടോ. എന്നിട്ട് ഇതുകൊണ്ടാണ് സംസം കയറ്റുന്ന വെള്ളം കോരിയിട്ട് ആൾക്കാർക്ക് കൊടുത്തിരുന്നത്. ഈ കൂജിക്ക് പാർന്നിട്ട് ഇങ്ങനെ കൈയ്യൊക്കെ ഒഴിച്ചു കൊടുക്കും കുടിക്കാനേ. ഇതിപ്പോൾ അന്ന് ഇനിയിപ്പോൾ നമുക്ക് വരാൻ കഴിയൂലല്ലോ. 1299 നമ്മളില്ലല്ലോ. എന്നാലേ നമുക്കിത് കാണാനുള്ള ഭാഗ്യം ഉണ്ടായി. അന്നത്തെ ആൾക്കാരെ കഷ്ടപ്പാട് ആലോചിച്ച് നോക്കി. ഇങ്ങനെ നിന്നിട്ട് ഇതിന്ന് വെള്ളം കിട്ടിയിട്ട് വേണം അന്ന് സംസം കുടിക്കണമെങ്കിൽ. ഇന്നിപ്പോൾ ചെന്ന് അമർത്തിയാൽ നമുക്ക് തണുത്തതും തണുപ്പില്ലാത്തതും അല്ലേ, ഇഷ്ടം പോലെ ബോട്ടലുകളും. ആദ്യകാലത്ത് വെള്ളം കുടിച്ചിരുന്നത് ഇങ്ങനെ ആയിരുന്നു എന്നാണ്. ഏതായാലും അവരുടെയൊക്കെ ഈമാൻ്റെ പവർ കൊണ്ടല്ലോ നമുക്ക് ഈമാൻ നൽകട്ടെ. ഇതിലാണ് സംസം കുടിച്ചിരുന്നത് കേട്ടോ. അന്നൊക്കെ കോരി കുടിച്ചിരുന്നു. നമ്മളെ പഴയ ആ ക്യാമറ ഉണ്ടല്ലോ, ഇങ്ങനെ ഒരു ചുവന്ന സാധനം, 50 പൈസക്ക് നമ്മൾ കുട്ടികളാകുമ്പോൾ ക്യാമറ ഉണ്ടിരുന്നില്ലേ മക്കി മദീനി, അതിലുണ്ട് ഒരാളിങ്ങനെ പാർന്നു കൊടുക്കണത്. കോരിയിട്ട് ഒരാളെ കൈയ്ക്ക് പാർന്നു കൊടുത്ത് ഇങ്ങനെ കുടിക്കണ ഫോട്ടോ കയ്യിലുണ്ട്. അതൊക്കെ കാണുമ്പോൾ എന്തൊരു കൗതുകമായിരുന്നു അല്ലേ അങ്ങോട്ട് വരാൻ. അപ്പോൾ അവിടെ അല്ലാതെ നമ്മൾ എത്തിച്ചല്ലോ, അൽഹംദുലില്ലാ. കിണറെന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമാണ് അല്ലേ. മറ്റ് വെള്ളത്തിനെ അപേക്ഷിച്ച് സംസമിന്റെ വെള്ളത്തിൽ നിന്നുണ്ട് അതിൽ ഓരോ ഘട്ടങ്ങളാണോ സ്രോതസ്, ജലസ്രോതസ് സംസമിന്റെ കേട്ടോ. അൽഹംദുലില്ലാ മ്യൂസിയം സന്ദർശിച്ചു. ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. എന്നാൽ പോവല്ലേ? പോര് ബസ്സുക്ക് പോകാട്ടോ. ഇവിടെ സംസം ഒരു സപ്ലൈ ഉണ്ട്. സംസമേ സപ്ലൈ ഉണ്ട്. ഇപ്പോൾ സംസമാന്നാ പറയണേ. ഇവിടുത്തെ പണിക്കാർ പറഞ്ഞാണ് സംസമാണ്. 1927 നിലവിൽ വന്നു. ആധുനിക രീതിയിൽ 1977 വലത്ത് ഭാഗത്ത് നോക്കി കിസ്വ നിർമ്മാണ ഫാക്ടറി കേട്ടോ. ഇതാണ് അതിൻ്റെ പിന്നെ കോമ്പൗണ്ട്. ഇവിടെയാണ് കഅബയുടെ കിസ്വ നിർമ്മാണം നടക്കുന്നത്. കാണാൻ ആഗ്രഹിക്കുന്നത് ഇടത്തെ ഭാഗത്ത് നോക്കി അറബ് വേൾഡ് ലീഗ്, വേൾഡ് ഇസ്ലാമിക് സെന്റർ എന്ന് പറയില്ലേ,
അതാ അതിന്റെ പള്ളിയുടെ മിനാരമാണ് ഈ കാണുന്നത്. അതാ റാബിതത്തുൽ ആലമി, റാബിതത്തുൽ ആലം അൽ ഇസ്ലാമി എന്ന് എഴുതിയാണ്ടോ ബോർഡ്. 1962 നിലവിൽ വന്നത്. വേൾഡ് ഇസ്ലാമിക് സെന്റർ അഥവാ ഇസ്ലാമിന്റെ നിയമങ്ങൾ, അതുപോലെ തന്നെ ആധികാരികമായി ഇസ്ലാമിക കാര്യങ്ങളൊക്കെ പണ്ഡിതന്മാർ ഇരുന്ന് തീരുമാനിച്ച് പാസ്സാക്കുന്ന സ്ഥലം. റാബിതത്തുൽ ആലമി ഓഫീസ് കേട്ടോ.